നേരത്തെ ജിമ്മി പറഞ്ഞതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം. ആദ്യം അള്ളുവയ്ക്കും, പിന്നീട് അള്ളുവെച്ചിട്ട് പഞ്ചറൊട്ടിച്ച് ഹീറോ ആവാൻ ശ്രമിക്കും. രക്ഷിക്കാൻ വേണ്ടിയിട്ട് മുറിപ്പെടുത്തുന്നവനെന്ന് കേട്ടിട്ടുണ്ട്. ആ പേര് ചേരുന്നത് ആർക്കാണെന്ന് പ്രേക്ഷകർ തീരുമാനിച്ചുള്ളൂ. അവിടെ കണ്ടത് അതാണ്. 8 ദിവസം കഴിഞ്ഞ 9ാമത്തെ ദിവസമാണ് അവർ പുറത്തിറങ്ങുന്നത്. ഈ 9 ദിവസം ഈ കന്യാസ്ത്രീകൾ ആ ജയിലിനുള്ളിൽ അനുഭവിച്ച നരകതുല്യമായ ജീവിതത്തിന് ആരാണ് മറുപടി പറയുക? സുജയ, ആരാണ് മറുപടി പറയുക? എന്നിട്ട് ഇന്ന് വിധിന്യായത്തിൻ്റെ 7ാമത്തെ പേജിൽ കോടതി തന്നെ കണ്ടെത്തുന്നു, കേവലം സംശയത്തിൻ്റെ പേരിൽ എന്നിട്ട് സ്ട്രിഞ്ചൻ കണ്ടീഷനുണ്ട്. ഒരു കണ്ടീഷൻ എന്താണെന്നറിയാമോ? 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ അടുത്ത് പോയി, അതല്ലെങ്കിൽ നിങ്ങളുടെ ജൂറിസ്ഡിക്ഷനുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങൾ ഒപ്പുവെച്ച് വരണം. ആരെ പോലെ? കുറ്റവാളികൾ ഒപ്പുവെച്ചിറങ്ങുന്നത് പോലെ. ഈ വേഷമിട്ടുകൊണ്ട്, കാവൽ മാലാഖയുടെ വേഷമിട്ടുകൊണ്ട് ഈ കന്യാസ്ത്രീകൾ പോലീസ് സ്റ്റേഷനിൽ ഓരോ 14 ദിവസം കൂടുമ്പോഴും പോയി ഒപ്പിട്ടിട്ട് തിരിച്ചു വരണം. ഇതാണ് സ്ട്രിഞ്ചൻ്റായ ഒരു കണ്ടീഷൻ. ഈ NIA പേരിലിരിക്കുന്ന കേസ് എഴുതിത്തള്ളിയോ? കേസ് എഴുതിത്തള്ളാതെ ഈ കേസ് ഇല്ല എന്ന് പറയാനുള്ള ആർജവം കാണിക്കാത്തിടത്തോളം കാലം BJPയുടെ മുഖം രക്ഷിക്കാൻ BJPക്ക് കഴിയില്ല. ഛത്തീസ്ഗഡിലെ BJP ഇപ്പോഴും ഈ കന്യാസ്ത്രീകളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് മാനവ തസ്കരവും എന്നാണ്. ഈ മനുഷ്യരെ കടത്തുന്നവർ എന്നാണ്.